എന്നാലും വല്ലാത്തൊരു പോക്കന്നെ അയച്ചുട്ടി പോയത്. മനസ്സിനൊരു സമാധാനല്ല ഓളെ ഏട്ടാ പോയെന്ന് ആലോചിച്ചിട്ട്. ഓക്കൊന്നും പറ്റിണ്ടാവില്ലേക്കും. അയ്യേ, ഞാനതൊരു മണ്ടത്തിയ. ഓൾ ഓൾറെഡി മരിച്ചല്ലേ, ഇനിയൊക്കെ എന്ത് പറ്റാനാ. ഇന്ന് രാത്രി ഒന്നും കൂടി ഓജാബട് കളിക്കണം, എന്നിട്ട് ഓളെ വരുത്തിക്കണം, എന്നിട്ട് എല്ലാ സത്യങ്ങളും അറിയണം. എന്താ ആമിനാത്ത ഇവിടെ കുത്തിരിക്കണേ? ഞാൻ വെറുതെ ഒന്ന് കാറ്റുള്ള ഇരുന്നതാ. എന്തേ കദീസ? ഞാൻ എപ്പോഴും ശ്രദ്ധിക്കലുണ്ട് ആമിനാത്ത. ആമിനാത്തന്റെ മുഖം എന്താ വല്ലാതെ വാടിക്കിടക്കണേ? ഏയ് ഒന്നുമില്ലല്ലോ. എന്നോട് വെറുതെ കള്ളം പറയാൻ നിക്കല്ലേ ആമിനാത്ത. ആമിനാത്തക്ക് എന്തേലും പ്രശ്നമുണ്ടോ ഇവിടെ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആമിനാത്ത വന്ന ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആമിനാത്തക്ക് എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ. ഒരു കുഴപ്പമില്ല എന്റെ കദീസ. ആമിനാത്ത, ഞാനൊരു കാര്യം പറയട്ടെ, പറഞ്ഞ ഞങ്ങള് കേക്കണം. എന്ത്? ആമിനാത്തിന്റെ മക്കളുടെ മൂഡ് ഓഫ് മാറാൻ വേണ്ടിട്ട് നമുക്ക് പുറത്തു വരെ ഒന്ന് പോയാലോ? പുറത്തായിട്ട് ബീച്ചിലൊക്കെ പോയിട്ടൊന്ന് കാറ്റോളാം. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല കദീസ. നല്ല രസം ആമിനാത്ത. ബാംഗ്ലൂർ വരെ വന്നിട്ട് ഇവിടുത്തെ ബീച്ചിൽ പോലും പോയില്ല എന്ന് പറഞ്ഞാ മോശമല്ലേ? ഇവളെ കൂടെ ബീച്ചിൽ പോയാല് എത്ര മണിയാവും തിരിച്ചു വരാന്? പോയാ ശരിയാവൂല. ആഴ്ചട്ടിനെ രാത്രി വിളിച്ചു വരുത്താനുള്ളതാ. ആമിനാത്ത എന്താ കദീസ? എന്താ ആമിനാത്തി ചിന്തിച്ച കൂട്ടണേ? ഒന്നുമില്ല. എന്നാ നമുക്ക് പോയാലോ? എന്റെ കദീസ, എത്ര മണിയാവും തിരിച്ചു വരാന്? ഇതിപ്പോ സമയം വൈകുന്നേരമായില്ലേ? അതുകൊണ്ട് രാത്രിയൊക്കെ കഴിയും. രാത്രി കഴിയുന്നോ? അത് ശരിയാവൂല. അതെന്താ ആമിനാത്തക്ക് എന്താ രാത്രി ഇവിടെ വന്നിട്ട് പരിപാടി? ഏയ്, ഒരു പരിപാടി ഇല്ല. പിന്നെന്താ ആമിനാത്ത പ്രശ്നം? വേഗം ആമിനാത്ത പോയി മാറ്റ്. ഞാൻ മക്കളോട് പറയട്ടെ റെഡി ആവാന്. അല്ലോ, ഇത് വല്ലാത്ത സ്വീപ്പായല്ലോ. എന്നാ ശരി ആമിനാത്ത, ഞാനേ മക്കളോട് പോയി പറയട്ടോ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. എന്നാ പോയാലോ ആമിനാത്ത? പോവാ. പക്ഷെ എനിക്കൊരു കാര്യം പറയാണ്ട്. എന്ത് കാര്യം? വേഗം ഇങ്ങോട്ട് തിരിച്ചു വരണം. അതെന്തിനാ? അത് പിന്നെ എന്താ ആമിനാത്ത, മെല്ലെ വന്നാ പോരെ? എന്റെ ഹൈറോ ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ. വന്നിട്ട് വേണ്ടേ നമുക്ക് അയച്ചുട്ടിനെ വിളിച്ചു വരുത്താന്? ഞമ്മക്ക് നാളെ വിളിച്ചു വരുത്താം ആമിനാത്ത. ഈ മക്കളെ കൊണ്ട് ഒരൊറ്റ ഉത്തരവാദിത്ത ബോധമില്ല. എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നത്? ആരെ വിളിച്ചു വരുത്തുന്ന കാര്യം? ഏയ്, അതൊന്നുമില്ല. എന്തിനാ വേഗം തിരിച്ചു വരുന്ന ആമിനാത്ത? അത് പിന്നെ ഹൈറോന്റെ ഉപ്പ് ഒറ്റക്കല്ലേ? അത് ശരിയാ, അത് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് വേഗം തിരിച്ചു വരണം. നമുക്ക് വേഗം തിരിച്ചു വരാന്നാല്. ആയിക്കോട്ടെ, എന്നാ പോവാം. എല്ലാ കുട്ടി പട്ടാളങ്ങളും ഈ ആമിനാത്തന്റെ പിന്നാലെ വന്നിക്കാ. അതന്നെ സൂപ്പർ ആയിക്കണല്ലേ ഹൈറോ? ഇതാണ് കദീസ്താത്ത പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരാന്ന്. നല്ല രസല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടായി. നല്ല രസമുണ്ട് കാണാന്. അറിയ കുട്ടിയെ? എന്താ ഉണ്ണിക്കുട്ടാ? മോനെന്താ ഇവിടെ വിളിച്ചേ? ഞാൻ മറിയ കുട്ടീന്ന്. ആ പേര് മോനെങ്ങനെ അറിയാം? അത് പിന്നെ മോനോട് ആരാ ഇവളെ മറിയ കുട്ടീന്ന് വിളിക്കലുണ്ടെന്ന് പറഞ്ഞത്? അത് പിന്നെ ആമിനാത്ത പറഞ്ഞതാ. ഇവള് മറിയല്ല, ഇവളെ പേര് ആയിഷാന്നാ. അതന്നെ അമ്മച്ചേ, ഞാൻ എപ്പോഴും അവരോട് പറയലുണ്ട് മറിയക്കുട്ടിന്ന് വിളിച്ചോണ്ടിരിക്കണേ. എന്തിനാ അമ്മച്ചേ ഇവരുടെ മറിയക്കുട്ടിന്ന് വിളിക്കണേ? അതന്നെ ഞാനും ചോദിക്കണത്. എന്റെ പേര് ആയിച്ചുട്ടിന്നല്ലേ അമ്മച്ചേ? ആണ്. പക്ഷെ ആയിച്ചുട്ടിന്റെ പച്ചിട്ട പേര് മറിയക്കുട്ടിന്നല്ലേ? അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആമിനാത്ത് പറഞ്ഞതാ. ആമിനാത്തക്ക് ഇതൊന്നും അറിയാൻ വഴിയില്ലല്ലോ. ഉണ്ണിക്കുട്ട, എല്ലാം കയ്യിൽ നിന്ന് പോയോ? അല്ല, പറയും പോലെ ആമിനാത്ത പോയി. ഉമ്മ ആ ബീച്ചിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഇതെന്താ ആമിനാത്ത അവിടെ പോയി ഒറ്റയ്ക്ക് ഇരിക്കണേ? അദീസ്താത്ത പോയോക്കി. ഞാൻ പോയോക്കട്ടെ. ആമിനാത്ത എന്താണ് ഒറ്റയ്ക്ക് ഇരിക്കണെന്നാവോ? ആമിനാത്ത എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്? ഇവളെ മറിയക്കുട്ടിന്നാണ് എന്റെ ബീരാങ്കൊക്കെ വിളിക്കലേന്ന്. എന്തായാലും പോയി ചോദിച്ചോക്കട്ടെ. മക്കളെ, നിങ്ങൾ എല്ലാരും ഇവിടെ തന്നെ നിക്കണം കേട്ടോ. വെള്ളത്തിലേക്കൊന്നും ഇറങ്ങരുത് കേട്ടോ. ഇല്ല, നമ്മള് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങൂല. ഞാനിപ്പോ ആമിനാത്തന്റെ അടുത്ത് പോയിട്ട് ഇപ്പൊ വരാ. ശരി. വേഗം ഒന്ന് വീട്ടിൽ പോയിട്ട് ഹോജാബോർഡ് ഒന്നും കൂടി കളിക്കണം. എന്നിട്ട് ആയിച്ചുട്ടീനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. എനിക്ക് ആ ബാക്കി കഥ അറിയായിട്ടൊരു സമാധാനം ഇല്ല. ഏയ്, അതൊന്നുമില്ല. ഇവിടെ നല്ല സുഖമുള്ള കാറ്റുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കുത്തിരുന്നേ. എന്നാലും ആമിനാത്ത മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണു. എന്തിനാ ആമിനാത്ത, നമ്മളെ കൂടെ വന്നൂടെ? ഏയ്, എനിക്കൊരു പ്രശ്നമില്ല, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ആമിനാത്ത, എനിക്കൊരു കാര്യങ്ങളോട് ചോദിക്കാനുണ്ട്. എന്താണ്? അത് പിന്നെ ഇന്നിപ്പോ എന്റെ മുന്നിൽ വെച്ച് ഉണ്ണിക്കുട്ടൻ നമ്മൾ അയച്ചുട്ടീനെ മറിയക്കുട്ടീനെ വിളിച്ചു. എന്റെ പേരാങ്കാക്ക
ആയിഷുട്ടീനെ മറിയക്കുട്ടീനെ വിളിക്കലുണ്ട്, അത് സത്യം തന്നെയാ. അപ്പൊ ഞാൻ ഓരോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഈ പേര് കിട്ടിയെന്ന്. അപ്പൊ ഓരെന്താ പറഞ്ഞത്? അപ്പൊ ഒരു പറയാ ആമിനാത്ത പറഞ്ഞു കൊടുത്താണെന്ന്. ഓ ഈ മക്കളെ കൊണ്ട് ആമിനാത്തക്ക് ഇങ്ങനെ അറിയാം ആ പേര്? അപ്പൊ അത് പിന്നെ എന്നോട് പണ്ട് വീരാൻ പറഞ്ഞിരുന്നു. പണ്ടോ? എപ്പോ? പണ്ട് ആയിച്ചോടി ജനിച്ചുടനെ എന്നോടപ്പൊ ബീരാന് ആദ്യം അതാ പറഞ്ഞിരുന്നത്, നിങ്ങൾക്കൊരു പെങ്കുഞ്ഞുണ്ടായെന്നും ബീരാനോളെ മറിയക്കുട്ടീന്നും ഇജോളെ ആയിച്ചുട്ടീന്നാ വിളിക്കലേന്ന്. അങ്ങനൊക്കെ ബീരാനൊക്കെ പറഞ്ഞിനിയോ? പറഞ്ഞിനു. എന്നാ ഒന്ന് ചോദിച്ചോക്കണല്ലോ. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല, കൊറേ വർഷം മുന്നുള്ള കാര്യല്ലേ, ഓനക്ക് ഓർമ്മ ഉണ്ടാവൂല. അതും ശരിയാ. ആമിനാത്തൊക്കെ അറിയില്ലാലോ എനിക്ക് ഇരട്ടക്കുട്ടികളെ ഉണ്ടായെന്ന്. ഇരട്ടക്കുട്ടികൾ ഉണ്ടായ സമയത്താണ് ഞങ്ങൾ മറിയക്കുട്ടീന്നും ആയിച്ചുട്ടീന്നും പേരിട്ടത്. ഇവരെങ്ങനെങ്കിലും ഈ കഥ അറിഞ്ഞോ? എന്താ എന്താ വിളിച്ചാലേക്കണേ? ഏയ് ഒന്നുമില്ല. ആയിഷ വന്നിട്ട് എല്ലാ കഥയും നമ്മളോട് പറയട്ടെ, എന്നിട്ട് എല്ലാം വിശദമായിട്ട് ഞാൻ എന്നോട് പറഞ്ഞുതരാം കേട്ടോ. ആമിനാത്ത എന്താ ഒറ്റക്ക് വെറുതെ? ഏയ് ഒന്നുമില്ല, പോണേ മുന്നേ എനിക്ക് കൊറേ കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്. എന്ത് കാര്യം? അതിനുള്ള സമയമായില്ല, സമയമാകുമ്പോ ഞാൻ പറയും. ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ആയ സിയ എന്ന കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ സിയ. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറന്നു പോകുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ, മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പുതുതായിട്ട് വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോയേക്കല്ലേ കൂട്ടുകാരെ. ബൈ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഓൾ.